ഞാൻ തുടക്കം മുതൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത് സമ്മതിച്ചു ഷിജു, പക്ഷേ നിങ്ങളെ വിമർശിച്ചുകൊണ്ട് എതിരാളികളിൽ നിന്ന് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിനുകൂടി ഒരു മറുപടി നിങ്ങൾ പറയേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഇത് ശരത്ത്, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ കാണരുത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ RL രവി ആയിക്കോട്ടെ, തെലുങ്കാനയിലെ തമിഴിസൈ സൗന്ദരരാജൻ ആയിക്കോട്ടെ, പഞ്ചാബിൽ ഇപ്പോൾ രാജിവെച്ച ഗവർണർ ആയിക്കോട്ടെ, ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിക്കോട്ടെ, ഇവരെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി എങ്ങനെയാണ് തങ്ങളിരിക്കുന്ന പദവികളെ മാറ്റിയിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്ക് അനുസൃതമായി ആ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ആക്ഷേപിക്കാനും പരിഹസിക്കാനും ശ്രമിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയോ ഇംഗിതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വ്യക്തി താല്പര്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ പ്രയോഗവൽക്കരണമാണ്. താനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്നും തന്നിലൂടെയാണ് ഭരണ സംവിധാനം മുഴുവൻ ചലിക്കുന്നതെന്നും ചാൻസലർ കരുതിയാൽ എങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോവുക? ചാൻസലർ പറയുന്നതിൽ എന്തെങ്കിലും ശരി ഉണ്ടാവണ്ടേ? BJPയുടെ പ്രതിനിധി അതൊന്ന് ചൂണ്ടിക്കാണിക്കണം. എന്തെങ്കിലും ഒരു ശരി ഉണ്ടാവണ്ടേ? ഇവിടെ ചാൻസലർ കോടതിയിലേക്ക് പോയ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ചാൻസലർ കോടതിയിലേക്ക് ഇപ്പോൾ കേരള സർവകലാശാലയിൽ 4 വിദ്യാർത്ഥികളെ നിയമവിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾ നിൽക്കുന്ന വ്യത്യസ്തമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസായി 4 പേരെ നിയോഗിക്കുന്നതിന് പകരം RSSൻ്റെയും BJPയുടെയും ABVPയുടെയും 4 പേരെ നിയമവിരുദ്ധമായി സെനറ്റിലേക്ക് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തടഞ്ഞു. ആ 4 പേരുടെ സെനറ്റിൻ്റെ നാമനിർദ്ദേശം തടഞ്ഞുകൊണ്ടും അത് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം അതിനു മുമ്പ് 15 പേരെ സർവകലാശാല സെനറ്റിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട് 15 പേരെ കഴിഞ്ഞ വർഷം പിൻവലിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ബെഞ്ച് ശക്തമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഈ 15 പേരടങ്ങുന്ന ആ 15 ആ സെനറ്റ് മെമ്പർമാരെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഗവർണർ സെനറ്റ് ചാൻസലറുടെ നിലപാട് വളരെ കൃത്യമായി തെറ്റാണെന്ന് ഹൈക്കോടതിയുടെ വിധിയുടെ വരികയുണ്ടായി. അതോടൊപ്പം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സിസ തോമസിനെ വൈസ് ചാൻസലറായി നിയമിച്ചതും സിൻഡിക്കേറ്റ് എടുത്ത മറ്റ് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്ത ചാൻസലറുടെ നിലപാടിനെ ഹൈക്കോടതി റദ്ദ് ചെയ്തു. സിസ തോമസിനെ നിയമിച്ച ചാൻസലറുടെ നിലപാടും സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളെ റദ്ദാക്കിയ ചാൻസലറുടെ നിലപാടും ഹൈക്കോടതി അതിൽ ഇടപെടുകയുണ്ടായി. അങ്ങനെ തുടർച്ചയായി അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം 9 വൈസ് ചാൻസലർമാരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് ഹൈക്കോടതി തടയുകയാണ് ചെയ്തത്. അവരുടെ വിശദീകരണം അത് പരിശോധിക്കണം, അല്ലാതെ ഏകപക്ഷീയമായി ഇപ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ നിലപാട് വരികയാണ്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറുടെ മനോഭാവത്തിന് മാറ്റം വന്നോ? തെരുവിൽ ആക്രോശിക്കുന്നു. ആ ആക്രോശത്തിന് BJP ന്യായീകരണം ചമയ്ക്കുന്നതും കേട്ടില്ലേ ഷിജു ഖാൻ? അല്ല, ഒന്ന് BJPയെ പോലൊരു പാർട്ടി ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ ഒരു വ്യക്തിത്വമായി കേരളത്തിൻ്റെ ചാൻസലർ വളരെ കൃത്യമായി മാറുകയാണ്. ഇതാണ് തമിഴ്നാട്ടിൽ BJP ആഗ്രഹിക്കുന്ന RL രവിയിലൂടെ, ഇതാണ് പഞ്ചാബിൽ BJP ആഗ്രഹിക്കുന്ന ഗവർണറിലൂടെ, ഇതാണ് ഡൽഹിയിൽ ആഗ്രഹിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറിലൂടെ എല്ലാം പുറത്തു വരുന്ന ഇതാണ്. ശരത്ത്, ഇത് വ്യക്തിപരമായ ആക്രോശമല്ല, കേരളത്തോടുള്ള ആക്രോശമാണ്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എത്ര അമാന്യമായ ഭാഷയിലാണ് വിശേഷിപ്പിച്ചത്? എത്ര അമാന്യമായ ഭാഷയിലാണ്! ഇപ്പോൾ ബഹുമാന്യയായിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ എത്ര അമാന്യമായ ഭാഷയിലാണ് വിശേഷിപ്പിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് 163-ാം അനുച്ഛേദം ഭരണഘടനയിൽ വ്യക്തമാക്കുന്നത്? അല്ല ശരത്, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ശരത്തെ. 163-ാം അനുച്ഛേദം വ്യക്തമാക്കുന്നത് there shall be a
പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ ഇൻ ദ എക്സർസൈസ് ഓഫ് ഹിസ് functions except in so far as he is by or under the constitution required to exercise his functions or any of them in his discretion. എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ ചുമതലകൾ ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കണം ഗവർണറുടെ നിലപാട്. അത് ഭരണഘടനയുടെ താല്പര്യമനുസരിച്ച്, ഈ വിവേചനാധികാരം പോലും ഭരണഘടനയുടെ താല്പര്യമനുസരിച്ചുള്ള നടപടികളായിരിക്കണം. രാഷ്ട്രപതിക്കോ ഗവർണർക്കോ വ്യക്തി താല്പര്യമില്ല എന്ന് പിന്നെ 974 ഷംസേർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയാണ്. മരുറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 980 കേസിൽ മന്ത്രിസഭയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് കടമ നിർവഹിക്കണം ഗവർണർ, വ്യക്തമായി സുപ്രീം കോടതി പിന്നെ വിധിക്കുകയുണ്ടായി. അപ്പോൾ ഏത് അധികാരമാണ് ഈ തെരുവിൽ ആക്രോശിക്കാൻ കേരളത്തിന്റെ ചാൻസലർക്ക്? എന്ത് അധികാരം? അദ്ദേഹം രാജ്ഭവനിലാകയാൽ ഇത് രാജാധിപത്യം എന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? ഒരു നിയമത്തിന്റെയും പിന്തുണയോടെ അല്ല ഈ ആക്രോശം മുഴുവൻ നടത്തുന്നത്. ഇത് സംഘപരിവാറിന്റെ സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ശരത്ത് തെറ്റിദ്ധരിക്കരുത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പിന്നെ മറ്റു ചില ബഹുമാന്യ പ്രതിനിധികൾ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല, ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിൽ വിന്യസിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ വിമർശിക്കുന്നില്ല. കോൺഗ്രസ് ഈ ചാൻസലറുടെ PRO ആയി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷം PRO ആയി മാറിയിരിക്കുകയാണ്.